ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചന മസാലയും സോഫ്റ്റ് പൂരിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചന കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് വേവുമ്പോഴത്തേക്കും അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് 2 സവാള, 5 or 6 അല്ലി വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. എന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഒരു മിക്സി ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇനി പാന് വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് അതിൻ്റെ ആ പച്ചച്ചുവ പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പം ചന വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം അതിൽ കിടന്നിട്ട് വെന്തതിന് ശേഷം എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കുറച്ച് കസൂരി മേത്തിയും പിന്നെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഇനി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. ഇതിപ്പം ചെറിയ കപ്പായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം 2 കപ്പ് ആട്ടയ്ക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ഇട്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ, 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള മാവാക്കണം. ചപ്പാത്തി പോലെ സോഫ്റ്റ് ആക്കരുത്. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, പൂരിൻ്റെ ഷേപ്പിലോ റൗണ്ടിലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ചന മസാലയും പൂരിയും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.